നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും എപ്പോഴും നിർഭാഗ്യവശാൽ തീരുമാനങ്ങളിലൊന്നും കർത്താവില്ല. തീരുമാനങ്ങളിലൊന്നും കർത്താവില്ല. കർത്താവിനെ കൂടാതെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇപ്പം നീ പ്രണയിക്കുന്നതായാലും ശരി, അവിടെ കർത്താവ് കക്ഷിയല്ല. നിൻ്റെ കണ്ണ് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നീ കല്യാണം കഴിച്ചു എന്നേ ഉള്ളൂ. അവൻ്റെ പേരിൽ കുറേ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും കർത്താവ് കക്ഷിയേ അല്ല. വിശ്വാസം കക്ഷിയല്ല. വിശ്വാസം ഉണ്ടായാലും എന്ത് ഇല്ലെങ്കിലും എന്താകുന്നു നിനക്ക്. നീ ഒരു തീരുമാനം എടുത്തപ്പോൾ കർത്താവ് അതിൽ കക്ഷിയല്ല. നീ എടുത്ത തീരുമാനങ്ങളൊന്നും കർത്താവ് കക്ഷിയല്ല. ഞാൻ ചില പെൺപിള്ളേർ ചോദിക്കും, നിൻ്റെ പിള്ളേരെ നീ വിശ്വാസം വളർത്താൻ പറ്റുമോ? അവർക്ക് മിണ്ടാൻ പറ്റത്തില്ല, അറിയത്തില്ല. കാര്യം വിശ്വാസമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ നിൻ്റെ കുഞ്ഞുങ്ങളെ നീ എങ്ങനെ വിശ്വാസം വളർത്തും? അറിയത്തില്ല. കാര്യം എന്താണ്? ആ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന വിഷയത്തിലോ വളർത്തുന്ന കാര്യത്തിലോ കർത്താവ് കക്ഷിയല്ല. പിന്നെ എന്താ സംഭവിക്കാൻ പോണത്? എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ, എന്നോട് കൂടെ തീരുമാനമെടുക്കാത്തവർ ചിതറിച്ച് കളയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിതറിപ്പോയി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നിൻ്റെ മക്കളും നിൻ്റെ ജീവിതവും അവസാനം നിനക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഞാനൊന്നും പറയണ്ട, നിങ്ങൾ ഇരുന്ന് നിലവിളിക്കും. എന്താ കാര്യം വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. നിങ്ങളിന്ന് മക്കളെ കൊണ്ട് വേദന അനുഭവിക്കുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ കൂടെ എടുത്ത തീരുമാനമായിരുന്നു അതെന്ന്. അതാണ് ബൈബിൾ പറയണത്. നിങ്ങൾ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുവിൻ. അല്ല മക്കളെ കൊണ്ട് ധ്യാനം കുടിക്കണതുകൊണ്ട് പരിപാടി നടക്കത്തില്ല. മക്കളെ കൊണ്ടൊന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് തിരക്ക് പിടിപ്പിച്ച പരിപാടി നടക്കത്തില്ല. നിങ്ങൾ എവിടെ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുവിൻ. അവിടെ സംഭവം വിട്ടത്തില്ല മോളെ. ഇറ്റ് സൗണ്ട് ഓഫ് ഹെവൻ. കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ചിലർക്ക് നമ്മൾ എങ്ങനെ സംസാരിച്ചാലും ഒരു പശ്ചാത്താപം ഉണ്ടാകത്തില്ല. അതിൻ്റെ കാരണം ഞെരുക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്താപം ഉണ്ടാക്കാൻ പാടാണ്. ദാരിദ്ര്യം, രോഗം, കടങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന വിഷമതകൾ, കുടുംബത്തിലുണ്ടാകുന്ന മാനസിക ഞെരുക്കങ്ങൾ, അത് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആർക്കും പശ്ചാത്താപം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കും പശ്ചാത്താപം ഉണ്ടാകത്തില്ല. ഞാൻ ഈ ഗതി കെട്ടിരിക്കണത് എൻ്റെ കൈ ഇരിപ്പ് കൊണ്ടാണെന്നാണ് നിങ്ങൾ ധരിക്കണത്. അങ്ങനെയും ചിന്തിച്ചൊരു കാര്യമില്ല. കുറച്ച് കാര്യമായിരിക്കുമെങ്കിലും അത് ദൈവത്തിൻ്റെ സ്നേഹം അതിനേക്കാൾ വലുതാണല്ലോ. എൻ്റെ മക്കൾ പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം? സിമ്പിളാണ്. എന്താണ്? സ്നേഹത്തിൽ നിന്നാണ് പശ്ചാത്താപം ഉണ്ടാകണത്. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ തൊടണം. ഇല്ലാതെ പശ്ചാത്താപം ഉണ്ടായിക്കഴിഞ്ഞാൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാകും. ഇല്ലാതെ പശ്ചാത്താപം ഉണ്ടാകും. നമുക്ക് ഇപ്പോൾ ഒരു ഒരുത്തൻ മരത്തിൽ കയറി ആ മരത്തിൽ നിന്ന് വീണ് അവൻ്റെ നടുവുളുക്കിയെന്ന് വിചാരിച്ചു. അവന് ആശുപത്രി കിടക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞതാണ് കയറല്ലേ എന്ന്. അവൻ കയറിയതാണ്. അമ്മ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് അങ്ങനെ ഒരു പശ്ചാത്താപം ഉണ്ടാകാം. പക്ഷേ സുവിശേഷത്തിൻ്റെ പശ്ചാത്താപം അങ്ങനെയുള്ള പശ്ചാത്താപമല്ല. പശ്ചാത്താപം എന്ന് പറയുന്നത് ദൈവസ്നേഹം അനുഭവിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മനപരിവർത്തനമാണ്. ആ ഒരു തെറ്റ് ശരിയാണ്, ആ ഒരു ഇൻസിഡൻറ്റ് ബേസ്ഡല്ല. നിങ്ങളിപ്പോഴും തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടായി, നിങ്ങൾക്ക് രോഗം കിട്ടിയണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു കുഴപ്പത്തെ ഉണ്ടായി, അങ്ങനെ ആ ഒരു വിഷയം അടിസ്ഥാനപ്പെടുത്തിയല്ല സുവിശേഷത്തിലെ പശ്ചാത്താപം ഇരിക്കണത്. സുവിശേഷ പശ്ചാത്താപം ഇരിക്കുന്നത് ദൈവസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എൻ്റെ മക്കൾക്ക് ഒരു ടെമ്പററി അല്ലാത്ത ഒരു നീണ്ട നിലവാരത്തിലുള്ളൊരു പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ദൈവസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്താപത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായ? അല്ലാതെ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ജോലി കിട്ടാത്തത്, കല്യാണം താമസിക്കുന്നതും എൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. അത് അമ്മമാർ പറയും. വെറുതെ അല്ല നീ മൂത്ത് നിറച്ചുകൂടെ നിൽക്കണമെന്ന് പറയും. അവർ പറയണമെന്ന് കേട്ടില്ലെങ്കിലേ, അവർ പറഞ്ഞ കാര്യം കേട്ടില്ലെങ്കിൽ അമ്മ ഉടനെ എടുത്ത് അമ്മ പോലും വാളെടുക്കണത് എന്താണ്? വെറുതെ അല്ല നീ മൂത്ത് നിറച്ച് വീട്ടിൽ നിൽക്കണത് എന്ന് പറയും. അപ്പോൾ ഞങ്ങളവർക്ക് ദൈവമേ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ കേൾക്കാത്തത് കൊണ്ടായിരിക്കും എനിക്ക് പെണ്ണ് കിട്ടാത്തത്, അല്ല ചെറുക്കെ കല്യാണം കഴിക്കാത്തതിനോ. സുവിശേഷ പശ്ചാത്താപം ഈ അമ്മ അടുക്കളയിൽ പറയണ ഭീഷണിയൊന്നുമല്ല. സുവിശേഷത്തിൻ്റെ പശ്ചാത്താപം എന്ന് പറയണത്
ദൈവസ്നേഹത്തെ ഒരു വ്യക്തി അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നതാണ്. അതാണ് നീണ്ടു നിൽക്കത്തുള്ളൂ. അമ്മ പറയണത് കുറച്ച് കഴിയുമ്പോൾ തീരും. ടെമ്പററി ആയിട്ടുള്ള പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഗ്രേസ് ഗീവിങ് ആയിട്ടുള്ള, ചാർജിങ് ആയിട്ടുള്ള, പരിശുദ്ധാത്മ കിട്ടുന്ന പശ്ചാത്താപം എന്ന് പറയണത് ദൈവസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ദൈവസ്നേഹത്തിൽ നിറയാനും നിലനിൽക്കാനും. എന്തിനാണ് ഉടമ്പടി എടുത്തത്? ദൈവസ്നേഹത്തിൽ നിറയാനും നിലനിൽക്കുവാനാണ് ഉടമ്പടി എടുത്തത്. എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നിറയണത്? അപ്പം നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇപ്പം ഞങ്ങളൊക്കെ എന്തുമാത്രം പറഞ്ഞാലും, ഇപ്പം നിങ്ങൾ പ്രാരംഭ ധ്യാനം, വളർച്ച ധ്യാനം, പ്രാർത്ഥന, ആന്തരിക സൗഖ്യ ധ്യാനം, പ്രാർത്ഥന അനുഭവ ധ്യാനം, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പറയും, അവർ പറയും അത് വിഷമസ്മരണകളാണ്, മുറിവേറ്റ ചിന്തകളാണ്, വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. അങ്ങനൊന്നുമല്ല, അതൊന്നുമില്ല. അത് സൈക്കോളജിക്കാർ പറയണതാണ്. യഥാർത്ഥ കാര്യം, ദൈവത്തിന് നിന്നിൽ ദൈവസ്നേഹം ഇംപ്ലാന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരുക്കമുള്ള ഹൃദയം എന്ന് പറയുന്നത്. ഒരുക്കമുള്ള ഹൃദയം. Take the word of God. Sudhikada hallelujah. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ സങ്കീർത്തനം 32-ാം തിരുവചനം. സങ്കീർത്തനം 119:32. ഒരുക്കമുള്ള ഹൃദയം, ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ഇതാണ് എന്റെ മർമ്മം. 119 സങ്കീർത്തനം 32 വായിച്ച്. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. അപ്പൊ ഒരുക്കമുള്ള ദൈവത്തെ സ്നേഹിക്കാൻ ഒരുക്കമുള്ള ഹൃദയം ആര് തരണം? ദൈവം തരണം. ഇത് തന്നെ ഒരു പ്രശ്നമാണ് പശ്ചാത്താപത്തിനും ഉള്ളത്. അതും തരേണ്ടത് ആരാണ്? ദൈവമാണ് തരേണ്ടത്. അതാണ് ആ വചനം എടുത്ത മനെ, ദൈവം പശ്ചാത്താപം തരണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18. ആക്സ് 11:18. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ആരാണ് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2 പോയിന്റ് പരിശുദ്ധാത്മാവ് വെളിവാക്കിയിട്ടുണ്ട്. എന്താ സംബന്ധിച്ച്? 1, പശ്ചാത്താപം നൽകേണ്ടത് ആരാണ്? ദൈവം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഫിലോമിന. ഞാൻ ഇവിടെ ആലപ്പുഴയിൽ തന്നെ ചെട്ടിക്കാട് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. ഞാൻ ആദ്യം ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരെയും പോലെ തന്നെ ചിലർക്കെങ്കിലും ഇവിടെ വരുന്നത് ഇഷ്ടമല്ലായിരിക്കുമല്ലോ. ഞാൻ ഇത്ര അടുത്തായിരുന്നിട്ട് പോലും
ഇത്രയും വർഷമായിട്ടും 2015 തൊട്ട് ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അച്ഛൻ ഇവിടെ തുടങ്ങിയ സ്ഥാപനമാണെങ്കിലും ഞാനിവിടെ വന്നിട്ടില്ല ഇതുവരെ. എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഈശോയിലും മാതാവിലും വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഈ കൃപാസനത്തോട് വളരെയേറെ എതിർപ്പായിരുന്നു. കാരണം എവിടെയെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോൾ അവിടെ എല്ലാവരും തടിച്ചുകൂടുക സാധാരണമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അത് താല്പര്യമില്ലായിരുന്നു, എല്ലാവരും പോലെ തന്നെ. പിന്നെ ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് എൻ്റെ മരുമകളുടെ ചേച്ചി അവർ ഇടുക്കി ജില്ലക്കാരാണ്. അവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി തലേ ദിവസം വീട്ടിൽ വന്നു. അപ്പോൾ പിറ്റേ ദിവസം അവർ വെളുപ്പിനെ ഇവിടെ വന്ന് ടോക്കൺ എടുത്തു. അപ്പോൾ എൻ്റെ മരുമോൾക്ക് കൂടെ ഒരു ടോക്കൺ എടുത്ത് അവർ 3 പേര് കൂടെ എടുക്കാൻ വേണ്ടി ഇവിടെ വരാൻ ഒരുങ്ങി. അന്നേരം എന്നോട് ചോദിച്ചു, അമ്മ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞു, പറ്റത്തില്ല, അമ്മ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ? അപ്പോൾ പിന്നെ ഇവിടെ ആരുമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പോകാം എല്ലാവർക്കും കൂടി ഒരുമിച്ചെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇവിടെ ഒരുമിച്ച് വരുന്നത്. അവർ 3 പേരും ഉടമ്പടി എടുത്തു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാനിവിടെ അവിടെ കസേര വന്നിരുന്ന് കുർബാന കൂടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇവിടുത്തെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി മകൾ ബുക്കെടുത്ത് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് ഈ അൾത്താരയിലിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയുടെ രൂപമാണ് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ, ഞാനല്ലല്ലോ ഉടമ്പടി എടുത്തത്, ഇവരല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ എന്നെ ഉടമ്പടിയുടെ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി ഇവിടെ വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ 2023 ഏപ്രിൽ മാസം ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കൊന്നും ഉടമ്പടിയെക്കുറിച്ച് തന്നെ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്താണ് ഉടമ്പടി എന്ന് പോലും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്ന് കയറിയത്. പക്ഷേ അച്ഛൻ്റെ 2 മണിക്കൂറത്തെ ക്ലാസ് കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി പത്രിക എടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ദൈവമേ, ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഡെയിലി കുർബാന അതെന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമാണത്. പക്ഷേ അത് കഴിഞ്ഞ് കുമ്പസാരം 1 വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ നമ്മൾ കുമ്പസാരിക്കാറുള്ളൂ ഞാൻ. പക്ഷേ ഇത് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം, കുർബാന, ഇതൊന്നും ബൈബിൾ വായന 1 മണിക്കൂർ, അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പങ്കെടുക്കുന്നു, കുമ്പസരിക്കുന്നു, 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുന്നു. ഇതെല്ലാം അമ്മയുടെ ഒരനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. അമ്മയുടെ കൃപയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു 15 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു മണിക്കൂർ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ ശരീരം ചൂടാകും. പിന്നെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കത്തില്ല. ഭയങ്കര പുകച്ചിലും വേദനയെല്ലാം ആയിരുന്നു. ഞാൻ അത് ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചിരുന്നു. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അതെൻ്റെ ശരീരത്തിൽ നിന്നും ഇല്ലാതായ കാര്യം. 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു യാത്രയുണ്ടായിരുന്നു. ആ യാത്ര ചെയ്ത് വന്നിട്ടും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ യൂറിനറി ഇൻഫെക്ഷൻ എന്നിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അതറിഞ്ഞത്. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തതായി എനിക്ക് എൻ്റെ മകൾക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഞാൻ 4 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നു. 9 വർഷത്തോളം ആയിരുന്നത് എടുത്തിട്ട്. പലിശ ചേർത്ത് ഒരു 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിപ്പോൾ അതടക്കാനുള്ള നിവൃത്തിയില്ല, കാരണം അവൾക്ക് ജോലിയായിട്ടില്ല. അങ്ങനെ എന്നെ അവർ ബാങ്കിലേക്ക് പലവട്ടം വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷേ പുതിയ മാനേജർ വന്നപ്പോൾ നിർബന്ധമായി ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ആ മാനേജറുടെ അടുത്ത് ഞാൻ പോയപ്പോൾ ഉടമ്പടി കാശ് രൂപവും ഉപ്പും എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ ആ മാനേജർ എന്നെ ഒരുപാട് മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് ആകെ വിഷമമായി. ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി അവരുടെ മേശയുടെ താഴെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഇനി ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 1 വർഷം കൂടെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഹെഡ് ഓഫീസിൽ തന്നെ വിളിക്കുന്നു, നിങ്ങൾക്ക് ഒറ്റ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടാൻ താല്പര്യമുണ്ടോ?
അപ്പം നിങ്ങളൊരു എമൗണ്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് ഇപ്പോൾ അങ്ങനെ എമൗണ്ട് പറഞ്ഞ് അടക്കാൻ പറ്റത്തില്ല സാറെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഞാനൊരു തുക പറയാം, നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ സാറ് 2.5 ലക്ഷം രൂപ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും തുക പറ്റത്തില്ല, എന്നെക്കൊണ്ടാകാവുന്ന തുക പറഞ്ഞാൽ എനിക്ക് അടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു ഞാൻ അവിടുത്തെ ഓഫീസറുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ വീണ്ടും വിളിക്കാം. അങ്ങനെ സാറ് വിളിച്ചിട്ട് വീണ്ടും എന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തായി ഫിലോമിന പൈസ അടക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞു സാറേ അത്രയും പൈസ അടക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 1.5 എനിക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് വീണ്ടും വിളിച്ചു, ഞാൻ ഒന്നും കൂടി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 3-ാം വട്ടം വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു 1.30 കുറച്ചിട്ടുണ്ട് ഫിലോമിന, അത് എനിക്ക് അടക്കാൻ പറ്റുമോ? അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് 2 പ്രാവശ്യം ഇട്ടാണെങ്കിൽ ഞാൻ ഈ തുക അടക്കാം. അപ്പോൾ ഈ ഓഗസ്റ്റിലെ 1 അടച്ചു കഴിഞ്ഞ് സെപ്റ്റംബറിലൂടെ അടച്ചിട്ട് ഞാൻ തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അത് പറ്റത്തില്ല, അടക്കുവാണെങ്കിൽ ഒരു ഡേറ്റിന് തന്നെ ഈ തുക മുഴുവൻ അടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, ഞാനതുകൊണ്ട് പണയം വെച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഗോൾഡ് പണയം വെച്ചിട്ട് കിട്ടിയത് 1.25 ലക്ഷം രൂപയായിരുന്നു. ആ 1.25 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ബ്രാഞ്ചിൽ കൊണ്ടുപോയി പൈസ അടയ്ക്കൂ, പൈസ അടച്ചിട്ട് അവിടെ മാനേജറിന് ഒരപേക്ഷ വയ്ക്കണം. ആ അപേക്ഷയിൽ നിങ്ങളിങ്ങനെ പറയണം ഇത്രയും തുകയും നിങ്ങൾ അടച്ച് നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് NOC കിട്ടുന്നതായിട്ട് അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാനേജർക്ക് അപേക്ഷ എഴുതി. അപ്പോൾ മാനേജർ എന്നോട് ചോദിച്ചു നിങ്ങളോട് 1.30 പറഞ്ഞത്? അപ്പം ഞാൻ പറഞ്ഞു അതെ. അപ്പം ഞാൻ സാറിനെ വിളിച്ചിരുന്നു, എന്നോട് ഉള്ള പൈസ അടച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ അപേക്ഷ മേടിച്ച് വെച്ചിട്ട് പറഞ്ഞു ഞാനിത് ഹെഡ് ഓഫീസിലേക്ക് അയക്കാം, നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. 1 മാസം ആയപ്പോഴേക്കും എന്നെ വിളിച്ചേച്ചും പറഞ്ഞു നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് NOC വന്ന് വാങ്ങിച്ചോ. 7 ലക്ഷം രൂപ പറഞ്ഞ ഈ ലോൺ 1.25 ലക്ഷം രൂപയ്ക്ക് ക്ലോസ് ചെയ്ത് എനിക്ക് NOC തന്നു. ഇത്രമേൽ കൃപയ്ക്ക് മേൽ കൃപ ചൊരിഞ്ഞു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഇതെൻ്റെ ഹസ്ബൻഡാണ്. പുള്ളി 3 വർഷമായിട്ട് സൗദിയിലായിരുന്നു. പുള്ളിക്ക് അവിടെ ഒരു ഷോപ്പുണ്ടായിരുന്നു, ടൈലറിങ് ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെന്നിട്ട് അവിടെ ഒരു ഷോപ്പ് ഇടേണ്ടി വരുമ്പോൾ നല്ലൊരു തുക കടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ചത്ര വർക്കൊന്നും അവിടെ കിട്ടിയിരുന്നില്ല. കാരണം കിട്ടിയാൽ തന്നെ അവർക്ക് അവരുടെ മെസ്സ്, റൂം വാടക, ഇത് ഫുഡിൻ്റെതും റൂം വാടക, കടവാടക, റൂമിൻ്റെ കറണ്ട് ചാർജ്, പിന്നെ സ്പോൺസർ കൊടുക്കേണ്ട പൈസ, അങ്ങനെയെല്ലാം ഒത്തിരി പൈസ ചിലവുണ്ടായിരുന്നു. അതിനുള്ള തുക മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. വീട്ടിലേക്ക് 1 രൂപ പോലും ഇതുവരെ 3 വർഷമായിട്ടും അയക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ ഇന്ന പോലെ ഒരു കാര്യമാണെന്നും പറഞ്ഞ് അച്ഛനെ ഞാൻ കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഉടമ്പടി സത്യമാണെങ്കിൽ അമ്മ എനിക്കൊരടയാളം അച്ഛൻ്റെ വായിൽ നിന്നും കേൾക്കണം, നിൻ്റെ ഉടമ്പടി ശരിയായ രീതിയിലാണെന്നുള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അച്ഛനെടുത്ത് തരണം. ഇവിടെ പലരും പറയാറുണ്ട് അച്ഛൻ തലയിൽ കല്ല് വെച്ചിട്ട് പ്രാർത്ഥിച്ച് ഒന്നും മിണ്ടത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷ്യങ്ങളിലെല്ലാം. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കുരിശ് വെച്ചിട്ട് അപ്പുറത്തെ ആളിൻ്റെ അടുത്തോട്ട് പോയപ്പോഴേക്കും എന്നോട് ചോദിച്ചു എന്താടി മോളെ എന്ന് ചോദിച്ചു അച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ പോലെയാണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു വിഷമിക്കണ്ട, ഈ ഡിസംബർ, ഞാൻ സെപ്റ്റംബറിലാണ് വരുന്നത്, ഡിസംബറിനുള്ളിൽ നിൻ്റെ കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഒക്ടോബർ മാസം മല റാലി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് അവിടെ നിന്ന് എന്നോട് വിളിച്ചു പറയാണ് നമ്മുടെ കട കച്ചവടമായി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തിനും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. അവിടുത്തെ ആ കടങ്ങൾ ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചു.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ അമ്മയുടെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുവാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് പത്രം കൊണ്ടുപോയി വണ്ടാനം മെഡിക്കൽ കോളേജിൽ എല്ലാ രോഗികൾക്ക് കൊടുക്കും. അപ്പം ചെല്ലുമ്പോൾ അവർക്ക് തൈലമിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യമായവർക്ക് ഉപ്പ് കൊടുക്കും, കാശ് രൂപ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് ആവശ്യമുള്ള അരി, പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഡയപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെറിയ സാമ്പത്തിക സഹായങ്ങൾ മറ്റുള്ളവർ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 9/12/2022 എനിക്ക് 2 വട്ടം അബോർഷനായിപ്പോയി. ഞാൻ ഒത്തിരി അധികം മാനസിക വിഷമത്തിലായിരുന്നു. വീട്ടിലുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അബോർഷനായി പോയതെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നെ വീട്ടിൻ്റെ ചുറ്റിനും അടുത്തുള്ളവരൊക്കെ എനിക്ക് അബോർഷനായി പോയി, എന്നെക്കുറിച്ച് പരസ്പരം പറഞ്ഞു, ഇവൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് എന്നെ എൻ്റെ ഫ്രണ്ടിലും വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒത്തിരി മാനസിക ഇതിലൂടെ കടന്നു പോയ സമയത്ത് ഞാനിവിടെ ഒന്ന് ഉടമ്പടിയിൽ വെച്ചു, അമ്മ മാതാവ് എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ അമ്മ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം, അവിടെ മുമ്പിലൂടെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ മാതാവ് ഞാൻ 2ാമത്തെ ഉടമ്പടി വീണ്ടും പുതുക്കി. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് ഒന്നും സാധിച്ചില്ല, പക്ഷെ മനസ്സിൽ പ്രാർത്ഥിച്ചതൊക്കെ അമ്മ നടത്തി തന്നു. ഉടമ്പടിയിൽ വെച്ചതൊന്നും നടത്തിയില്ല. 2ാമത്തെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അതേ വേദനയിൽ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോയി. ആ സമയത്താണ് ഒരു ചേച്ചി, എന്നുവെച്ചാൽ എൻ്റെ വിഷമം പറയുമ്പോഴെല്ലാം കുഴപ്പമില്ല, നീ വിഷമിക്കണ്ട, ദൈവം നിനക്ക് സമയമാകുമ്പോൾ ഒരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ആ ചേച്ചി പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വയറൊക്കെ മറച്ച് പിടിച്ചിട്ട് പോയി. പിന്നെ കുഞ്ഞുങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ആര് കൊണ്ടുപോയാൽ അവർ ഷോളിട്ട് പൊത്തി മറച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഞാൻ റൂമിൽ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് 3 ദിവസം വരെ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എണീറ്റിരിക്കാനൊന്നും പറ്റത്തില്ല, ചുമ്മാ കരച്ചിലായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ ഇനി ഒരിടത്തും വരണില്ല, ഞാൻ വരുന്നെന്നുണ്ടെങ്കിൽ ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞാൻ ഈ കൃപാസനത്തിൽ വരത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് വെളുപ്പിൽ എൻ്റെ മുഖത്ത് ഒരു വലിയൊരു പ്രകാശം വന്നു. ആ പ്രകാശത്തിലൂടെ ഞാൻ കണ്ടത് അമ്മ മാതാവ്, ഈ അൾത്താരിലിരിക്കുന്ന അമ്മ മാതാവ് എന്നെ കൂട്ടിക്കൊണ്ട് അമ്മയുടെ ഫ്രണ്ടിൽ ഇവിടെ കൊണ്ട് നിർത്തി. തൊട്ടടുത്ത് തന്നെ ജോസഫ് അച്ഛൻ നിന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ആ രാത്രി എണീറ്റിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മ മാതാവ്, ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും വേണ്ട, നീയും ഈശോയും എൻ്റെ കൂടെയുണ്ട്, എനിക്ക് സമയമാകുമ്പോൾ നീ എനിക്കൊരു കുഞ്ഞിനെ തരും, എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ 3ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അമ്മ മാതാവ് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എനിക്ക് തന്നു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. 1 ആഴ്ച കഴിഞ്ഞില്ല, എൻ്റെ മെൻസസ് ഡേറ്റ് ഒന്ന് തെറ്റിപ്പോയി. ഞാൻ എപ്പോഴും പ്രഗ്നൻസി കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയും മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ എല്ലാം എനിക്ക് നെഗറ്റീവാകും, ഞാൻ ഒരുപാട് വിഷമിക്കും. പക്ഷെ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്തായിരുന്നാലും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എനിക്ക് സമയമാകുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് തരും, ഞാൻ വിഷമിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ണടച്ച് ടെസ്റ്റ് ചെയ്തിട്ട് തുറന്ന് അമ്മയുടെ മുഖത്താണ് ഞാൻ നേരെ നോക്കി. അമ്മ എന്നെ അനുഗ്രഹിക്കുന്നത് പോലെ ഞാൻ കണ്ടു. എനിക്ക് സന്തോഷമായി. എന്നിട്ട് ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ എനിക്ക് പോസിറ്റീവാണ്. അമ്മ മാതാവ് എന്നെ പരിഹസിച്ചവരുടെ മുമ്പിലും എന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിലും അമ്മ മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി, ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ മൂത്ത കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ വെയിറ്റ് കുറവായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, അമ്മ മാതാവേ, നീ തരുന്ന കുഞ്ഞിന് 3.5 കിലോയിലും വെയിറ്റ് വേണം, വാവ നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണമെന്ന്. അതുപോലെ എൻ്റെ മോൻ 4 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. അമ്മ മാതാവ് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി അമ്മ എനിക്ക് അനുഗ്രഹിച്ചു. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ മൂത്ത കുഞ്ഞിന് വെയിറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ്
ഉടമ്പടി ഉപ്പ് ഞാൻ ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കുമായിരുന്നു. 2 മക്കൾക്ക് എപ്പോൾ നോക്കിയാൽ അസുഖമാണ്. ഞാൻ എന്നും ആശുപത്രിയിലാണ് കയറി ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇതുവരേക്കും ഞാൻ വലുതായിട്ട് ആശുപത്രിയിൽ പോയിട്ടില്ല. എൻ്റെ മക്കൾക്ക് അസുഖം വരണതിനും മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിക്കാറ്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ ഭർത്താവ് ഇത്തിരി മദ്യപിക്കുമായിരുന്നു. അപ്പോൾ മദ്യപാനം കുറച്ച് കൂടുതലായി വീട്ടിൽ മാനസികമായിട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്തുണ്ടെങ്കിലും എനിക്ക് എൻ്റെ അമ്മ മരിച്ചുപോയി. കുഞ്ഞുനാൾ മുതൽ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കൊണ്ട് മാതാവിനെ കണ്ടുകൊണ്ട് എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ പറയുന്നത് അമ്മ മാതാവിനോടാണ്. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഈ മദ്യപാനം നീ എനിക്കൊന്ന് മാറ്റി തരണമെന്ന് നീ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ മദ്യപാനത്തെ സമർപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചേട്ടന് പെട്ടെന്നൊരു കാലുവേദന പോലെ വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് കുറഞ്ഞു വരും, വീണ്ടും കൂടും, കുറഞ്ഞു വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല, മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രശ്നമാവും. 2 കുഞ്ഞു മക്കളല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മക്കൾക്ക് ആരുണ്ട്, മദ്യപാനം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇപ്പം മദ്യപാനം ഇപ്പോൾ 2 വർഷം അടുപ്പിച്ചായി മദ്യപാനം അമ്മ മാറ്റി തന്നു. യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഞാൻ പ്രാർത്ഥിച്ചു, മദ്യപാനം മാറ്റിയാണ് അമ്മടുത്ത് ചോദിച്ചത്. അതിലൂടെയാണ് അമ്മ ഈ അസുഖത്തെ കൊടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. കാരണം മദ്യപാനം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ മദ്യപാനം മാറിക്കിട്ടി. പിന്നെ മെനങ്ങാന്ന് ടെസ്റ്റിന് പോയപ്പോൾ യൂറിക് ആസിഡും കുറഞ്ഞു, കുഴപ്പമില്ല. അവർ പറഞ്ഞു കരളിൽ ലിവറിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് അത് പൂർണ്ണമായിട്ട് മാറ്റി തന്ന് ഞാൻ ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാനും ചേട്ടനും പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മയടുത്ത് പ്രാർത്ഥിച്ചൊതുങ്ങി ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അവിടെ പോയി ഞാൻ ഉടമ്പടി ഉപ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറിൻ്റെ വായിന്ന് തന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, പേടിക്കാനായിട്ടൊന്നുമില്ല, ചെറിയൊരു ഇതേ ഉള്ളൂ, അത് 6 മാസം കുറഞ്ഞ മെഡിസിൻ എടുത്ത് കഴിച്ചാൽ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടും, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ആ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം അമ്മ മാറ്റി തന്നതിന് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. 4ാമത്തെ എൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതലേ സ്കൂട്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ഉള്ളിൽ വലിയ പേടി, വന്ന് വീഴുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പേടി. അപ്പോൾ ചേട്ടനും പറയും, നിനക്ക് എന്തെങ്കിലും പറ്റും, നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പോയി. വണ്ടിയിലിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എല്ലാവരും സ്കൂട്ടി ഓടിക്കുന്നു, അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങി എൻ്റെ അനുഭവം പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി സ്കൂട്ടിയിൽ പോകാൻ തോന്നി. ആരോ എന്നെ തോന്നിപ്പിച്ചതാണ്. ഞാൻ കയറിയിരുന്നു. പക്ഷെ കാല് തറയിലിട്ടാണ് ഞാൻ സാധാരണ ഓട്ടിച്ച് പഠിക്കാറ്. അന്നായപ്പോൾ ഞാൻ കുറച്ച് ദൂരം പോയപ്പോൾ ഞാൻ അറിയാതെ കാലെടുത്ത് വെച്ച് ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തത് ആ സ്കൂട്ടി ഓട്ടിച്ചായിരുന്നു. അമ്മ മാതാവ് എൻ്റെ ആഗ്രഹം അമ്മ മാതാവ് സാധിച്ചു തന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന സമയത്ത് ചേട്ടന് ഉറക്കമൊക്കെ ഒന്നുമില്ല, എപ്പോഴും ഉള്ളിലൊരു ഭയം, പിന്നെ അങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പം ചേട്ടൻ ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിനെ കണ്ട സമയത്ത് ഉള്ളിൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നി. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്കെല്ലാം മാറിക്കിട്ടി, എനിക്ക് പൂർണ്ണ സുഖമായി, ഇപ്പം എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തിൽ ഇത്രയധികം അനുഗ്രഹം ചെയ്ത അമ്മ മാതാവിനും തിരുകുമാരൻ ഞാൻ 1000 നന്ദി അർപ്പിക്കും. ആത്മീയ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പൂജയ്ക്കൊക്കെ പകുതിയൊക്കെ ആകുമ്പോഴാണ് കയറി പോകാറ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവ്യയിൽ പൂജയ്ക്ക് മുമ്പേ ഞാൻ എത്താൻ ശ്രമിക്കും. ആഴ്ചയിൽ 2 വട്ടം ഞാൻ കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത്. കാരണം ഈശോയെ ഞാൻ സ്വീകരിക്കുമ്പോൾ ആ ഒരു സ്നേഹം ഞാൻ അറിയുന്നുണ്ട്. ഉടമ്പടിയിലായിരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും സ്നേഹവും ഈശോയുടെ സ്നേഹവും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല മുടക്കാറില്ല. വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചേട്ടൻ ഒരുപാട് വിശ്വാസത്തിലാണ്. ചേട്ടനും മുടങ്ങാതെ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. ഞാനൊന്ന് സമയം തെറ്റിച്ച് എന്തെങ്കിലും തിരക്കിലായിരുന്നാൽ പോലും ചേട്ടനാണൊന്ന് പറയും, സമയമായി വാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടിയിട്ട് വഴിയോർത്തിരിക്കുന്ന അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും കൊണ്ട് കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ പൈസ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. വീട്ടിൽ തീരെ ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനുള്ള പൈസ ഞങ്ങൾ കൊടുക്കാറുണ്ട്.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വീട്ടിനടുത്താണ് കൃപാസന പത്രങ്ങൾ കൊടുക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൃപാസന പത്രം കിട്ടി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കൊരു വിഷമമാണ്. കാരണം അവർ മാതാവിനെ നിരസിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇപ്പോൾ പത്രങ്ങൾ ദൂര സ്ഥലങ്ങളിലാണ് കൊണ്ട് കൊടുക്കാറ്. അങ്ങനെ കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെയാണ് കൊണ്ട് കൊടുക്കാറ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു.